ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞു പോയ 9 ആഴ്ചകളിലൂടെ ജീവിതത്തിന്റെ വലിയ നന്മകളും പാഠങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചു. സുവിശേഷത്തിന്റെ അടിസ്ഥാന അന്തസത്തയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ നിരവധി ആളുകൾ സഹായിച്ചു. നമുക്ക് പുതിയ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും കിട്ടി. അതെല്ലാം നമ്മുടെ കുടുംബ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ജോഷിയച്ചൻ നമ്മളോട് സംസാരിച്ചു. കഴിഞ്ഞുപോയ 9 ആഴ്ചയും കുടുംബവുമായി ബന്ധപ്പെടുത്തി അടിസ്ഥാന സുവിശേഷങ്ങളെ നമ്മൾ മനസ്സിലാക്കി. നമ്മളിന്ന് കുടുംബത്തെക്കുറിച്ച് കുറച്ചുകൂടെ ചിന്തകൾ പങ്കുവെക്കുകയാണ്. ഇത് എൻ്റെ കുടുംബമാണ്. കുടുംബം എന്ന് പറയുന്നത് ഒരു ശ്രീകോവിലാണ് എന്ന് സഭാ പിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം ജീവിക്കുന്ന, വസിക്കുന്ന ഇടമാണ്. ഒരു അമ്പലത്തിന്റെ, ഒരു ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ശ്രീകോവിൽ. അവിടേക്ക് വെറുതെ ആർക്കും കയറി ചെല്ലാനായിട്ട് പറ്റില്ല. നിയോഗം ലഭിച്ച മനുഷ്യൻ ആ നിയോഗം ലഭിച്ചതനുസരിച്ച് വേണ്ട കൃത്യതയോടും വ്യക്തതയോടും കൂടിയാണ്, ശുദ്ധിയോടും കൂടിയാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന കുടുംബം ഒരു ശ്രീകോവിൽ പോലെ പവിത്രമാണ്, ശ്രേഷ്ഠമാണ് എന്ന് പിതാക്കന്മാർ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ ഒരു വ്യക്തി, കുട്ടികൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിന് പുറത്തു നിന്നല്ല മനുഷ്യൻ അടിസ്ഥാനപരമായ മനുഷ്യ ജീവിതത്തിന്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്, അത് കുടുംബത്തിൽ നിന്നാണ്. ഒരുപക്ഷെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ ഊർജം, ശക്തി, കൃപ സ്വീകരിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. നാം ഓരോരുത്തരും ഇന്ന് വളർന്നു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കുടുംബമാണ് അതിനാവശ്യമായ കൃപാവരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. പരിശുദ്ധ സഭ നമ്മളായിരിക്കുന്ന കുടുംബത്തെ ഗാർഹിക സഭ എന്നാണ് വിളിക്കുന്നത്. ഒരു ഗ്രഹസഭയാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലോട് കൂടിയാണ് ഈ പേര് ശക്തമായി വരുന്നത്. ആദിമസഭ തന്നെ നമുക്കറിയാം ഗ്രഹസഭയായിരുന്നു. അവർ കുടുംബങ്ങളിലായിരുന്നു അവർ ഒരുമിച്ച് കൂടിയത്, പ്രാർത്ഥിച്ചത്, അപ്പം മുറിച്ചത്, വചനം വ്യാഖ്യാനിച്ചത് എല്ലാം ഗ്രഹസഭകളിലായിരുന്നു. അപ്പൊ നമ്മൾ കാണുന്ന സഭയുടെ, നമ്മളെ മനസ്സിലുള്ള സഭയുടെ ആ പിക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അടിസ്ഥാന ഘടകം നമ്മുടെ കുടുംബമാണ്. ലൂമൻ ജെൻസി എന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഡിഗ്രിയാണ് LG ലൂമൻ ജെൻസി. അതിന്റെ അധ്യായം 2 ഖണ്ഡിക 11 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: കുടുംബം ഒരു ഗാർഹിക സഭയെ പോലെ ആയിരിക്കണം. അവിടെ മാതാപിതാക്കൾ വാക്കിനാലും മാതൃകയാലും തങ്ങളുടെ മക്കൾക്ക് വിശ്വാസത്തിന്റെ ആദ്യത്തെ പ്രഘോഷകരായിരിക്കണം. ഇപ്പൊ സഭ വളരെ വ്യക്തതയോടെ, കൃത്യതയോടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ കുടുംബം ഒരു ഗാർഹിക സഭയാണ്. നാം പറയുന്ന സാർവത്രിക സഭയുടെ ഏറ്റവും മനോഹരമായ കുടുംബത്തെ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് പരിരക്ഷിക്കുന്നത്, വളർത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഈ കുടുംബം ഗാർഹിക സഭ എന്ന് പറയുമ്പോൾ സഭയുടെ ഏറ്റവും പ്രധാനമായ വശങ്ങൾ എന്താണ്? അതിനെ നമുക്ക് കുറച്ചും കൂടെ ലളിതമായി മനസ്സിലാക്കിയാൽ കുടുംബം ഒരു ദേവാലയം എന്ന് നമുക്ക് പറയാം. കുടുംബം ഒരു ഗാർഹിക സഭ എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കുടുംബം ഒരു ദേവാലയമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം ഒരു ദേവാലയത്തോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒരു ദേവാലയത്തെ ദേവാലയമാക്കി മാറ്റുന്നത് എന്താണ്? അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ എന്തൊക്കെയാണുള്ളത്, സംഭവിക്കുന്നത്, അതെല്ലാം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന്. ദേവാലയം പ്രാർത്ഥനയുടെ ഇടമാണ്. ദേവാലയം സമാധാനത്തിന്റെ ഇടമാണ്. ദേവാലയം കൂട്ടായ്മയുടെ ഇടമാണ്. ദേവാലയം ദൈവികമായ ജീവൻ പ്രദാനം ചെയ്യുന്ന ഇടമാണ്. ദേവാലയം വിശുദ്ധീകരിക്കുന്ന, ശുദ്ധി ചെയ്യുന്ന, തിന്മകളിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന ഇടമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുടുംബവും ഗ്രഹസഭ എന്ന നിലയിൽ ദേവാലയത്തിന്റെ ആന്തരികതയിൽ വളരണമെന്നാണ് സഭ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ദേവാലയത്തെ ദേവാലയമാക്കുന്ന 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്ന്, ദേവാലയം കൂദാശ ചെയ്യപ്പെടുന്നു. വെറും ഒരു കെട്ടിടമായി നിൽക്കുകയല്ല, അത് കൂദാശ ചെയ്യപ്പെടുകയാണ് പ്രത്യേക ഒരു ദൗത്യത്തിന് വേണ്ടി. നമ്മുടെ കുടുംബവും ദമ്പതികൾ വിവാഹം എന്ന അതിനെ കൂദാശയായിട്ടാണ് ക്രൈസ്തവ സഭ കാണുന്നത്, കൂദാശയായിട്ടാണ് പരികർമ്മം ചെയ്യുന്നത്. കേവലം
രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നൈയാമികമായ ഒരു ഉടമ്പടി അല്ല ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന് പറയുന്നത്. രണ്ടുപേര് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് അല്ല, മറിച്ച് അതൊരു കൂദാശയാണ്. വരനും വധുവും ക്രിസ്തുവും കൂടി പ്രിയപ്പെട്ടവരോടെല്ലാം ചേർന്ന് ആശീർവദിക്കുന്ന ആശീർവാദമാണത്, കൂദാശയാണ്. ദേവാലയത്തിൽ കൂദാശ ചെയ്ത് ഒരു കെട്ടിടത്തെ ദേവാലയമാക്കുന്നതോടൊപ്പം ആ ദേവാലയം നിരന്തരമായി കൂദാശ പരികർമ്മം ചെയ്യുന്ന ഇടമാകുന്നു. അവിടെ നിരന്തരം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. അവിടെ കുംഭസാരം എന്ന കൂദാശ നടക്കുന്നു, മാമൂദിസ എന്ന കൂദാശ നടക്കുന്നു, സ്ഥൈര്യലേപനം എന്ന കൂദാശ നടക്കുന്നു, വിവാഹം എന്ന കൂദാശ നടക്കുന്നു, തിരുപ്പട്ടം എന്ന കൂദാശ നടക്കുന്നു, രോഗിലേപനത്തിന് ആവശ്യമായ തൈലം കൂദാശ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ദേവാലയം കൂദാശ ചെയ്യപ്പെടുകയും നിരന്തരം കൂദാശകൾ അവിടെ പരികർമ്മം ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ദമ്പതികളുടെ ജീവിതത്തിനും ഒരു കൗദാശികമായ മാനമുണ്ട്. പുരോഹിതൻ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുന്നത് പോലെയാണ് ദമ്പതികൾ കിടന്നുറങ്ങുന്ന വിവാഹക്കട്ടിൽ ദേവാലയത്തിലെ ബലിപീഠം പോലെ പവിത്രവും ശ്രേഷ്ഠവും ധന്യവുമാണെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. ദമ്പതികൾ ആ വിവാഹ കിടക്കയിൽ സ്നേഹത്തോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ അവർ നിർവഹിക്കുന്ന ദാമ്പത്യ ധർമ്മ നിർവഹണം, സെക്ഷുവൽ റിലേഷൻഷിപ്പ്, അത് കുടുംബത്തിന്റെ കൗദാശികമായ മാനമാണ്. ഓരോ കുടുംബവും ആ കുടുംബത്തിലെ ദമ്പതികൾ വിശുദ്ധിയോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി നിർവഹിക്കുന്ന ആ ദാമ്പത്യ ധർമ്മ നിർവഹണം ആ കുടുംബത്തിന് സ്നേഹത്തിലും ജീവനിലും വളരാനുള്ള കൃപ നൽകുന്നു എന്നാണ്. ജീവനില്ലാത്ത ഗോതമ്പ് അപ്പവും വീഞ്ഞും മുന്തിരിച്ചാറും ജീവനുള്ള ദൈവത്തിന്റെ ശരീരരക്തങ്ങളായി മാറുന്നത് പോലെ തന്നെ ദമ്പതികൾ അവർ നിർവഹിക്കുന്ന ഏറ്റവും പവിത്രവും ശ്രേഷ്ഠവും ധന്യവുമായ വിശുദ്ധവുമായ ദാമ്പത്യ ധർമ്മ നിർവഹണം, സഭ അതിനെ അങ്ങനെയാണ് വിളിക്കുന്നത്. അതിമനോഹരമായ വാക്കാണത്. ആ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കേവലം ശാരീരികമായ ഒരു ബന്ധമായിട്ടല്ല, മറിച്ച് അതൊരു ദാമ്പത്യ ധർമ്മ നിർവഹണമാണ്. അത് അതിശ്രേഷ്ഠവും വിശുദ്ധവും സ്നേഹദായകവും ജീവദായകവുമാണ്. ഇപ്പൊ ഓരോ ദമ്പതികളും അവരുടെ കുടുംബജീവിതത്തിന്റെ അടിത്തറ ഒരർത്ഥം. അതുകൊണ്ടാണ് അപ്പസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ഇരുവരും ഒരുമിച്ച് തീരുമാനിച്ച വളരെ കുറച്ചു കാലത്തേക്കല്ലാതെ ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് മാറി നിൽക്കരുത്. നമ്മൾ ഏത് ദമ്പതികളുടെ കുടുംബത്തിന്റെ പ്രശ്നത്തിൽ ചെന്ന് നമ്മൾ പരിശോധിച്ചാലും ആ പ്രശ്നത്തിന്റെ ആന്തരികതയിൽ അവരുടെ ബെഡ്റൂം, അവരുടെ ദാമ്പത്യധർമ്മ നിർവഹണത്തിലെ പ്രതിസന്ധികൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ദമ്പതികളുടെ ആ കട്ടിൽ അൾത്താരയാണ്. ക്രിസ്തു സ്വയം ആത്മസമർപ്പണം നടത്തി തന്നെ മനുഷ്യവർഗത്തിന് വേണ്ടി സമർപ്പിച്ചതുപോലെ ദമ്പതികൾ ഇരുവരും അവർ നിർവഹിക്കുന്ന ആത്മസമർപ്പണത്തിന്റെ ഏറ്റവും പവിത്രമായ ഒരു സമയമായിട്ടാണ് സഭയും സഭാപിതാക്കന്മാരും ഈ ദാമ്പത്യ ധർമ്മ നിർവഹണത്തെ കാണുന്നത്. അതുകൊണ്ട് ദമ്പതികൾ ഒരുമിച്ച് കിടക്കണം, അവരുടെ ജീവിതാവസാനം വരെ ഒരുമിച്ചായിരിക്കണം. അവർ സ്നേഹത്തോടും പ്രാർത്ഥനയോടും പരസ്പര ബഹുമാനത്തോടും ആദരവോടും തിരിച്ചറിവോടും കൂടെ ഈ ദാമ്പത്യ ധർമ്മം നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് കുടുംബത്തിന്റെ അടിത്തറയാണ്, അടിസ്ഥാനമാണ്. അവിടെ നിന്നാണ് സ്നേഹവും ജീവനും വളരുന്നതും വർദ്ധിതമാകുന്നതും. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തെ ദേവാലയമാക്കി വളർത്താനാവുക? ഒന്ന്, പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. വ്യക്തിപരമായ പ്രാർത്ഥന, 3 നേരം കർത്താവിന്റെ മാലാഖ എന്ന പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ദമ്പതികൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഇതുവഴി നമ്മുടെ കുടുംബം ദേവാലയമായി മാറുന്നു. ദേവാലയം എപ്പോഴും അതിന്റെ പവിത്രതയിലേക്ക് വളരുന്നത് അവിടെ പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കുടുംബം ദേവാലയമായി ശക്തിപ്പെടാൻ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വ്യക്തിപരമായി കുറച്ച് സമയം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി നമ്മൾ സ്നേഹപൂർവ്വം പരിശ്രമിക്കുകയും ചെയ്യണം. 2, കർത്താവിന്റെ മാലാഖ ദൈവവചനമാണ്. രാവിലെ പഴയ കുടുംബങ്ങളിൽ കാരണവന്മാർ എഴുന്നേറ്റ പാടെ അവർ ഒരുമിച്ചിരുന്ന് അപ്പനും അമ്മയും ഒക്കെ ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഇപ്പൊ ഒരുപക്ഷെ പല കുടുംബങ്ങളിലും അതില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ മാലാഖ ചൊല്ലുക,
സാധ്യമെങ്കിൽ ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ മാലാഹ ചെല്ലുക, വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് കർത്താവിന്റെ മാലാഹ പ്രാർത്ഥിക്കുക. ഞാനിങ്ങനെ ദൂരെയൊക്കെ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പലപ്പോഴും ഞാൻ ഈ ഫോൺ വിളിച്ച് 2 നേരം, രാവിലെയും വൈകുന്നേരവും കർത്താവിന്റെ മാലാഹ പ്രാർത്ഥന ചെയ്യൽ, അത് കുടുംബത്തിന്റെ ശക്തിയാണ്. മറ്റൊന്നാണ് കുടുംബ പ്രാർത്ഥന. കുടുംബത്തെ ജീവനുള്ളതാക്കുന്നത്, കുടുംബത്തെ അതിൻ്റെ ക്രൈസ്തവ ധന്യതയിൽ വളർത്തുന്ന ഇടമാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. സഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങൾ നമ്മോട് പറയുന്നു. സഭ ആധുനിക ലോകത്തിൽ നിന്ന് 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ GS ഖണ്ഡിക 48 ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: മാതാപിതാക്കന്മാരുടെ മാതൃകയും കുടുംബ പ്രാർത്ഥനയും അനുകരിച്ചുകൊണ്ട് മക്കളെന്നല്ല, കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാവരും മാനുഷികമായ പക്വതയും രക്ഷാഫലങ്ങളും വിശുദ്ധിയും പ്രാപിക്കാൻ കൂടുതൽ എളുപ്പമായ മാർഗം കണ്ടെത്തും. അപ്പം കുടുംബ പ്രാർത്ഥന ഗൗരവമായ ഒന്നാണ്. അതിനെ രക്ഷയുടെ അനുഭവത്തിൽ വളരാൻ കുടുംബത്തെ സഹായിക്കുന്നു. അടുത്തതാണ് ദമ്പതികൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കുടുംബത്തെ ദേവാലയമാക്കും. 2, കൗതാശികമായി നമ്മുടെ കുടുംബത്തെ ശക്തിപ്പെടുത്തണം. എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്ത ഒരു ദിവസം ഉണ്ടാകുന്നത്. ഏറ്റവും കുറഞ്ഞ ഒരാളെങ്കിലും പങ്കെടുക്കാനുള്ള സാഹചര്യം അനുകൂലമാക്കണം. 2, അടുത്തടുത്തുള്ള കുമ്പസാരം. കുടുംബാംഗങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു ദിവസം ഒരുമിച്ച് കുമ്പസാരിച്ചാൽ, അങ്ങനെ 2 ആഴ്ച കൂടുമ്പോഴെല്ലാം കുമ്പസാരിച്ച് മുന്നോട്ട് പോയാൽ അത് കുടുംബത്തെ ദേവാലയമാക്കി മാറ്റും. സാധ്യമെങ്കിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുറച്ചു നേരം പങ്കെടുക്കുന്നത് നമ്മുടെ കുടുംബത്തെ ദേവാലയമാക്കാൻ സഹായിക്കും. ഇത്തരത്തിൽ നമ്മുടെ കുടുംബത്തെ ദേവാലയമായി വളർത്താൻ നാം പരിശ്രമിക്കണം. 2, കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത. കുടുംബം ഒരു വിദ്യാലയം എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രത്യേകമായി ഓരോ കുഞ്ഞും തങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പഠിക്കുന്നുണ്ട് അതെല്ലാം കുടുംബത്തിൽ നിന്നാണ്. കുഞ്ഞ് ആദ്യമായി പല്ല് തേക്കാൻ പഠിക്കുന്നത് എവിടെ നിന്നാണ്? മുഖം കഴുകാൻ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ഭക്ഷണം വാരി കഴിക്കാൻ പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുഞ്ഞ് ടോയ്ലറ്റ് വിദ്യാഭ്യാസം എവിടെ നിന്നാണ്? കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് പഠിക്കുന്നത് എങ്ങനെയാണ്? വസ്ത്രം കൃത്യമായി ധരിക്കണമെന്ന് പഠിക്കുന്നത് എങ്ങനെയാണ്? കുടുംബത്തിൽ നിന്നാണ്. 100 കണക്കിന് പ്രാവശ്യം അപ്പനും അമ്മയും ആവർത്തിക്കുന്നതിലൂടെയാണ്. വീട്ടിലുള്ള മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ്. കുഞ്ഞ് ആദ്യമായി സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോ വീട്ടിലുള്ള മുതിർന്നവർ ചോദിച്ചു, എന്നാ പഠിപ്പിച്ചേ? A for ആപ്പിൾ. ആദ്യം പറയാൻ പറ്റുന്നില്ല, പക്ഷെ നിരന്തരം ഈ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. A for ആപ്പിൾ എന്ന് പഠിപ്പിച്ച മാതാപിതാക്കൾ, ക്രൈസ്തവ ദമ്പതികൾ തൻ്റെ കുഞ്ഞിനെ A for ആബ എന്ന് പഠിപ്പിക്കുന്നതിലേക്ക് വളരണമെന്ന് സഭ ഓർമ്മപ്പെടുത്തുകയാണ്. B for ബാറ്റ എന്ന് പഠിപ്പിക്കുന്ന ഒരു ക്രൈസ്തവ മാതാപിതാക്കൾക്ക് എന്തുകൊണ്ടാണ് B for ബൈബിൾ എന്ന് മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2223 ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: മാതാപിതാക്കൾ മക്കളുടെ വിശ്വാസ പരിശീലനത്തിൽ 1ാം സ്ഥാനത്തുള്ളവരാണ്. കുടുംബത്തിലെ സ്നേഹവും സേവനവും കലർന്ന അന്തരീക്ഷത്തിലൂടെ മാത്രമേ ഗുണപരമായ സ്വഭാവ രൂപീകരണം സാധ്യമാകൂ. അപ്പം മാതാപിതാക്കൾ പ്രഥമ അധ്യാപകരും കുടുംബം പ്രഥമ വിദ്യാലയവുമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2221 നാം ഇപ്രകാരം പഠിക്കുന്നുണ്ട്: മക്കളെ വിശ്വാസത്തിൽ വളർത്തുക എന്നത് മാതാപിതാക്കളുടെ പ്രാഥമികവും അലംഘനീയവുമായ കടമയാണ്. അവരുടെ 1ാമത്തെ കടമയാണ്. മാറ്റിവെക്കാൻ കഴിയാത്ത വിധം അത്ര ഗൗരവമേറിയ ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ അധ്യാപകരായി വളരുക എന്നുള്ളത്. അപ്പം വിശ്വാസത്തിന്റെ പ്രബോധകരും മാതൃകകളുമാണ് ഓരോ മാതാപിതാക്കളും. ആ മാതാപിതാക്കളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രഥമ അധ്യാപകർ. ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന്റെ പ്രഥമ വിദ്യാലയം എന്ന് പറയുന്നത് അത് അവന്റെ ഭവനമാണ്. ക്രൈസ്തവ മാതാപിതാക്കൾ എന്ന നിലയിൽ നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം എന്താണ്? അത് സ്നേഹത്തിന്റെ വിദ്യാഭ്യാസമാണ്, വിശ്വാസത്തിന്റെ വിദ്യാഭ്യാസമാണ്, വിശുദ്ധിയുടെ വിദ്യാഭ്യാസമാണ്, സന്മാർഗത്തിന്റെ വിദ്യാഭ്യാസമാണ്. തങ്ങളുടെ ജീവിതം കൊണ്ടും തങ്ങളുടെ വാക്കുകൊണ്ടും തങ്ങളുടെ ഇടപെടൽ കൊണ്ടും
മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും സന്മാർഗത്തിന്റെയും പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് കാണിച്ചു കൊടുത്ത് അവരെ അത്തരത്തിലേക്ക് വളർത്താൻ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മാതാപിതാക്കൾ എന്ന നിലയിലുള്ള പ്രഥമ അധ്യാപക സ്ഥാനം, അത് ലോകത്തിന്റെ അറിവുകൾ പകർന്നു കൊടുക്കുന്നതിൽ മാത്രമല്ല, അതെല്ലാം കൊടുക്കണം. അതിലും ഗൗരവമാണ് വിശ്വാസത്തിന്റെയും യഥാർത്ഥമായ ശുദ്ധമായ സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും സന്മാർഗത്തിന്റെയും ഒക്കെ പാഠങ്ങൾ പകർന്നു കൊടുക്കുക എന്നത്. യുവജന മതബോധന ഗ്രന്ഥം അതിന്റെ 271 ചോദ്യം, അതിന്റെ ഉത്തരം എങ്ങനെയാണ് പറയുന്നത്? കുടുംബം സഭയുടെ കൊച്ചു പതിപ്പാണ്. സ്നേഹവും പ്രാർത്ഥനയും ദൈവ സാന്നിധ്യവുമുള്ള ഒരിടമാണ്. അവിടെയാണ് കുട്ടികൾ ആദ്യമായി സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനും പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ കുടുംബം എത്ര ഗൗരവമുള്ള ഒരു വിദ്യാലയമാണ്, എത്ര ഗൗരവമായ ഒരു ഉത്തരവാദിത്വമാണ് മാതാപിതാക്കൾക്കുള്ളതെന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവസ്നേഹവും പരസ്നേഹവും സ്വയം സ്നേഹവും ഒരു വ്യക്തിയിൽ വളർത്തിയെടുക്കുന്നത് കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് അത് വളർന്നു വരുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2207 അതിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: കുടുംബം മാനുഷിക നന്മകളുടെ വിദ്യാലയമാണ്. ഒരു മനുഷ്യനുള്ള എല്ലാ നന്മകളെയും പണിതുയർത്തുന്ന വിദ്യാലയമാണ്. അവിടെയാണ് സ്നേഹിക്കാനും പങ്കുവെക്കാനും ക്ഷമിക്കാനുമുള്ള കല മനുഷ്യൻ അഭ്യസിക്കുന്നത്. സഭ എത്ര വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കുടുംബം മാനുഷിക നന്മകളുടെ വിദ്യാലയമാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് സ്നേഹിക്കാനും പങ്കുവെക്കാനും ക്ഷമിക്കാനുമുള്ള കല മനുഷ്യൻ അഭ്യസിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ ഗൗരവപൂർവ്വം തിരിയണം. നമ്മുടെ കുടുംബം വിദ്യാലയമാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഓരോ അപ്പനും അമ്മയും, ഓരോ ഭാര്യയും ഭർത്താവും, കുടുംബത്തിലെ ഓരോ അംഗവും അവർ പറഞ്ഞു കൊടുക്കുന്നതും അവർ പറയാതെ കണ്ടുപഠിപ്പിക്കുന്നതുമായ നിരവധി കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന കുടുംബത്തിൽ വളരുന്ന കുഞ്ഞ് സന്ധ്യാപ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് പഠിക്കുന്നു. എന്നാൽ സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ വിരുന്നുകാർ വന്നു, അന്ന് അവിടെ നിർത്തി പ്രാർത്ഥന. അടുത്ത ദിവസം സന്ധ്യാപ്രാർത്ഥന ചെയ്തപ്പോൾ വേറൊരു ആവശ്യം വന്നു, അന്നും പ്രാർത്ഥന അവസാനിപ്പിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സന്ധ്യാപ്രാർത്ഥന ഇല്ലാതെ പോകുമ്പോൾ കുഞ്ഞു പഠിക്കുന്നു സന്ധ്യാപ്രാർത്ഥന അത്ര പ്രധാനപ്പെട്ടതല്ല. അപ്പനും അമ്മ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, പക്ഷെ കുഞ്ഞത് പഠിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും, ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ബാക്കി ഞാൻ പറയാം, എല്ലാ നന്മകളെയും പരിശീലിപ്പിക്കുന്നത് കുടുംബം തന്നെയാണ്. ക്രൈസ്തവമായ എല്ലാ മൂല്യങ്ങളെയും ഒരു വ്യക്തിയിൽ ആഴപ്പെടുത്തുക. അതുകൊണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യ പറഞ്ഞു വെക്കുന്നുണ്ട്, എൻ്റെ മാതാപിതാക്കളാണ് എനിക്ക് ഏറ്റവും വലിയ മാതൃകയും ദൈവത്തെ കാണാനുള്ള മാർഗവുമായി തീർന്നത്. അവരുടെ മാർട്ടിൻ സെലിൻ ദമ്പതികളുടെ പ്രാർത്ഥനയും ജീവിതവും സാന്നിധ്യവും ആ മക്കളെയെല്ലാം വിശുദ്ധരായി വളരാൻ സഹായിച്ചു. എങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ ഈ വിദ്യാലയം എന്ന നിലയിൽ വളർത്താൻ കഴിയുക? നമ്മുടെ കുടുംബത്തിലെ വിദ്യാലയത്തിലെ പ്രഥമ ടെസ്റ്റ് ദൈവവചനമാണ്. മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കേണ്ട പ്രഥമ ടെക്സ്റ്റ് ബുക്ക് അത് ദൈവവചനമാണ്. അത് കഴിഞ്ഞ് സഭയുടെ പ്രബോധനങ്ങളും പഠനങ്ങളും ആധികാരികമായതെല്ലാം വരും. പക്ഷെ നമ്മൾ എത്രമാത്രം ദൈവവചനം നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്? നമ്മുടെ കുടുംബത്തിന്റെ പ്രഥമ ടെസ്റ്റാണത്. അത് മാതാപിതാക്കൾ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. സഭയുടെ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ കുടുംബത്തിൽ മക്കളെ പഠിപ്പിക്കും. നമ്മുടെ സ്കൂളിൽ കുട്ടികൾ ചെല്ലുമ്പോൾ അവര് ലൈനായിട്ട് അസംബ്ലിക്ക് നിൽക്കുന്നത്, അസംബ്ലിയിലെ വാചകങ്ങൾ ചെല്ലുന്നത്, സ്കൂൾ തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോൾ ഇതൊക്കെ അവിടുത്തെ ചില പാരമ്പര്യങ്ങളാണ് സ്കൂളിന്റെ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളുണ്ട്. ഓരോ സഭയ്ക്കും ഉപവാസം, സഭയുടെ മറ്റ് പാരമ്പര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലൊക്കെ നമ്മുടെ കുടുംബം പങ്കുചേരണം. മാതാവിനോട് പ്രത്യേകമായി മാറ്റിവെച്ചിരിക്കുന്ന മാസം, യൗസേപ്പിതാവിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മാസം, അങ്ങനെ നിരവധിയായ വ്യത്യസ്തങ്ങളായ പാരമ്പര്യങ്ങളുണ്ട്. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പങ്കുവെച്ചു കൊടുക്കണം. സഭയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം.
വിശുദ്ധരെ കുറിച്ച്, സഭയിൽ വളർന്നു വന്ന് ദൈവസ്നേഹത്തിൽ ജ്വലിച്ചു നിന്ന് ലോകത്തിൽ കർത്താവിനെ പങ്കുവെച്ചു കൊടുത്ത വിശുദ്ധരെ കുറിച്ച് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. സാധിക്കുമെങ്കിൽ ഒരാഴ്ച ഏതെങ്കിലും ഒരു വിശുദ്ധരുടെ പുസ്തകം വായിച്ച് അത് പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് വളർത്തുകയാണ്. ഒപ്പം നമ്മുടെ കുടുംബ സന്ദർശനം, ക്രൈസ്തവമായി വിശുദ്ധിയോടെ ജീവിക്കുന്ന കുടുംബങ്ങൾ പരസ്പരം പോകുന്നതും കാണുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതുമെല്ലാം കുടുംബം വിദ്യാലയം എന്ന നിലയിൽ വളരാൻ ഇടയാകും. ഞാൻ ഒരുപാട് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾ എന്തേലും കാര്യങ്ങൾ കണ്ടുപഠിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ജനിയുടെ മൂത്ത മോള്, ഷുബുവിന്റെ മൂത്ത കുഞ്ഞ്, എൻ്റെ മൂത്ത കുഞ്ഞ്, ഫ്രാൻസിയേട്ടന്റെ കുഞ്ഞുങ്ങൾ ഒക്കെ ഇതിൽ MC ആയിട്ടൊക്കെ റോൾ എടുത്തിട്ടുണ്ട്. ആദ്യമൊന്നും അവർ താല്പര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ നിരന്തരം ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ അത്തരത്തിൽ അവർ അതിലേക്ക് വളരാനായിട്ട് ഇടയാവുകയാണ്. കുടുംബം സ്നേഹത്തിന്റെ ഉറവിടവും നഴ്സറിയുമാണ്. സ്നേഹിക്കാൻ ഒരു വ്യക്തി പഠിച്ചെടുക്കുന്ന അതിശക്തമായ ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. അവിടെയാണ് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാന്നിധ്യമായി മാറാൻ പറ്റുന്നത്. നമ്മുടെ കുടുംബത്തെ സന്തോഷത്തിന്റെ ഇടമാക്കി, സമാധാനത്തിന്റെ ഇടമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റണം. എങ്ങനെയാണ് അതിന് കഴിയുക? ഒരുമിച്ചുള്ള ഭക്ഷണവും പ്രാർത്ഥനയും പങ്കുവെക്കലും സജീവമാകണം. നമ്മുടെ കുടുംബം ഒരുമിച്ച് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണം, ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണം, പങ്കുവെക്കണം. അങ്ങനെ വേദനിക്കുന്നവരുടെയും വ്യത്യസ്തങ്ങളായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും നമ്മൾ സന്ദർശിക്കണം. നമ്മുടെ ചുറ്റുപാട് ഒരുപാട് അങ്ങനത്തെ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്. കുടുംബമായി ഒരുമിച്ച് പോകണം. അവരെ അത്തരത്തിൽ നമ്മുടെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. സമ്പത്തിന്റെയും സമയത്തിന്റെയും കഴിവിന്റെയും എല്ലാം ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത് നമ്മുടെ ഭവനത്തിലുള്ളവർ, കുഞ്ഞുങ്ങൾ കണ്ട് കേട്ട് പഠിക്കണം. ഇങ്ങനെ നമ്മുടെ കുടുംബത്തെ സ്നേഹത്തിന്റെ നഴ്സറിയായി നമുക്ക് വളർത്താനായിട്ട് കഴിയും. കുടുംബം ദൈവം ജനിച്ച് വളർന്നു വരുന്ന ഇടമെന്നുള്ളതാണ്. മനോഹരമായ ഒരു ചിന്തയാണത്. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബവും സ്നേഹത്തിലേക്കും ജീവനിലേക്കും തുറവിയുള്ളതാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 129 ബുധനാഴ്ചകളിൽ താൻ തൻ്റെ അപ്പസ്തോലികമായ ദൗത്യം മാർപ്പാപ്പ എന്ന സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം 129 ബുധനാഴ്ചകളിൽ കുടുംബത്തെക്കുറിച്ച് നടത്തിയ പ്രഭാഷണമാണ് തിയോളജി ഓഫ് ബോഡി, ശരീരത്തിന്റെ ദൈവശാസ്ത്രം എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രി അത് മലയാളത്തിലേക്ക് അത് ഏറ്റവും ചെറുതായി ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളത് ഇറക്കി. നമ്മുടെ പുസ്തകമില്ല, അത് മുഴുവൻ തീർന്നുപോയി. അതിൽ ഈ കുടുംബം എത്രമാത്രം സ്നേഹത്തിന്റെയും ജീവന്റെയും ഇടമാണെന്ന്, ശരീരം എത്രമാത്രം വിശുദ്ധമാണെന്ന്, ലൈംഗികതയും ദാമ്പത്യ ധർമ്മ നിർവഹണത്തിനുമുള്ള മഹനീയത എന്താണെന്ന് എല്ലാം മാർപ്പാപ്പ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അവിടെ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗർഭിണിയായ സ്ത്രീയെ നാം കാണുമ്പോൾ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടെ നിൽക്കണം. കാരണം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ദൈവം താമസിച്ച് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു രൂപത്തെ മെനഞ്ഞെടുക്കുകയാണ്. സത്യമാണ്. നാം ഒരു ഗർഭിണിയെ കാണുമ്പോൾ അത്ര ആദരവോടെ നിൽക്കണ്ടേ? കാരണം 8-9 മാസക്കാലം ദൈവം ആ ഗർഭിണിയുടെ ഉദരത്തിൽ താമസിച്ചിട്ട് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വിധം വിധിരക്തമായി, വ്യത്യസ്തമായി, വളരെ വ്യക്തതയോടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. ആ കുഞ്ഞിന്റെ തമ്പ്, ആ കുഞ്ഞിന്റെ എല്ലാം വ്യത്യസ്തമാണ്. ലോകത്തിൽ എത്ര കോടി മനുഷ്യർ ജനിച്ച് കടന്നുപോയാലും ആ ഒരു കുഞ്ഞിനെ പോലെ മറ്റൊരാൾ ഉണ്ടാവില്ല, എന്നെ പോലെ മറ്റൊരാൾ ഉണ്ടാവില്ല. ഐഡന്റിക്കൽ ട്വിൻ. പക്ഷേ ഞാനല്ല ഷുബു. അതെവിടെയാണ് നിർവഹിക്കപ്പെട്ടത്? അത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ്. മാജിക്കായിട്ടല്ല, ദൈവം അവിടെ താമസിച്ച് രൂപപ്പെടുത്തുന്നതാണ്. ഒരു സ്ത്രീയുടെ മഹനീയത, മഹത്വം, വലിപ്പം എന്നൊക്കെ പറയുന്നത് ആ ദൈവം താമസിച്ച് ഒരു ജീവനെ വളർത്തി രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ഒരു സ്ത്രീ കൊടുക്കുന്ന സമ്മതമാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ ദൈവപുത്രൻ ജനിക്കാൻ വേണ്ടി ഇതാ ഞാൻ എന്ന് പറഞ്ഞു നിന്നുകൊടുക്കുന്നത് പോലെയാണ് ഒരു ദമ്പതികൾ വിവാഹം എന്ന കൂദാശയിലൂടെ തങ്ങൾ സ്നേഹത്തിന്റെയും ജീവന്റെയും വലിയ അനുഭവത്തിലേക്ക് തങ്ങളെ സമർപ്പിച്ചിട്ട്
അവരുടെ വിശുദ്ധമായ ദാമ്പത്യ ധർമ്മ നിർവഹണത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി കാണിക്കുന്ന മനസ്സ്, അതിനുള്ള യെസു പറച്ചിൽ ദൈവത്തെ ഈ ലോകത്തിൽ കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളെല്ലാം ബോധപൂർവം മക്കളുടെ എണ്ണം പരിമിതപ്പെടുത്തുകയാണ്. പണത്തിന്റെ പേരിൽ, സൗകര്യത്തിന്റെ പേരിൽ, നമുക്ക് ബുദ്ധിമുട്ടാനുള്ള പ്രയാസങ്ങളുടെ പേരിൽ നമ്മൾ ബോധപൂർവം വേണ്ടെന്ന് വെക്കുകയാണ്. ഇവിടെയാണ് സഭ ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നത്, സഭാ പിതാക്കന്മാർ നമ്മോട് പറയുന്നത്, കുടുംബജീവിതം സ്നേഹത്തിലേക്കും ജീവനിലേക്കുമുള്ള തുറവിയാണ്. അത് നമ്മൾ ബോധപൂർവം അതിനെ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അത് അപകടമാണ്. ഇന്ന് ക്രൈസ്തവ കുടുംബം തകരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോധപൂർവം ദൈവം നൽകുന്ന മക്കളെ വേണ്ടെന്ന് വെക്കൽ. ദമ്പതികൾ ഇരുവരും തീരുമാനിച്ച ഒരുപാട് മക്കളൊന്നും ഉണ്ടാവില്ല. ദൈവമാണ് കുഞ്ഞിനെ നൽകുന്നത്. ഓരോ കുഞ്ഞിനെയും ഈ ലോകത്തിലേക്ക് അതിന്റെ സമയത്തിന്റെ പൂർണ്ണതയിൽ ഇവിടെ കൊണ്ടുവന്നാക്കുന്നത് ദൈവമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തിൽ ജനിച്ചു വളർന്ന് വലുതാകുമ്പോ അത് ഏത് ദൈവവിളി സ്വീകരിച്ച് വ്യത്യസ്തങ്ങളായ ദൈവവിളികളുടെ ഈ ലോകത്തെ മനോഹരമാക്കാൻ ദൈവം ദമ്പതികളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു പെരുകി ഭൂമിയെ കീഴടക്കുവിൻ എന്ന ദൈവം ആദ്യ ദമ്പതികൾക്ക് നൽകിയ കൽപ്പന തുടരേണ്ടവരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്നത്തെ ദമ്പതികളെന്ന് മറന്നു പോകരുത്. അപ്പൊ ഓരോ കുഞ്ഞും ജനിക്കാനായിട്ട് സ്നേഹത്തിന്റെ വഴികൾ, വാതായനങ്ങൾ തുറന്നിടണം. സഭ പഠിപ്പിക്കുന്നത് ദമ്പതികളുടെ ദാമ്പത്യ ധർമ്മ നിർവഹണം സ്നേഹത്തിലേക്കും ജീവനിലേക്കുമുള്ള തുറവിയായിരിക്കണമെന്നാണ്. എങ്ങനെയാണ് നമ്മുടെ കുടുംബം ഇത്തരത്തിൽ ജീവന്റെ കുടുംബമാകുന്നത്? ജീവന്റെ മൂല്യത്തെക്കുറിച്ച് കുടുംബം അറിയണം, കുടുംബം പഠിക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിന്റെ ഒരു സുവിശേഷത്തിന്റെ വലിയ ഭാഗമാണ് നമ്മുടെ ചുറ്റുമുള്ള, നമ്മുടെ ഇടവകയിലുള്ള ദമ്പതികൾ വിവാഹം കഴിക്കുമ്പോൾ യുവദമ്പതികളെ കണ്ട് അവരോട് സംസാരിച്ച് ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കാൻ അവരെ ബോധ്യപ്പെടുത്തുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്ന ഒരു ദൗത്യം നമുക്കുണ്ടെന്ന് നമ്മൾ മറന്നു പോകരുത്. മക്കളില്ലാത്ത ദമ്പതികളെ സന്ദർശിക്കണം. കാരണം ആ മക്കളില്ലാത്ത ദമ്പതികൾ നമ്മളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദമ്പതികളുടെ തീരുമാനമല്ല മക്കൾ, മറിച്ച് അത് ദൈവത്തിന്റെ ഇടപെടലിന്റെ, ദൈവത്തിന്റെ സമ്മാനമാണ്, ദൈവം നൽകുന്ന കൃപയാണ്. ധാരാളം മക്കളുള്ള കുടുംബങ്ങളെ, കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതിലൂടെ നാം ഈ കുടുംബത്തിന്റെ സുവിശേഷത്തിന്റെ ഭാഗമാവുകയാണ്. നമ്മുടെ കുടുംബം പ്രേക്ഷിത കുടുംബമാണ്. കഴിഞ്ഞ ആഴ്ച ജോഷിയച്ചൻ സൂചിപ്പിച്ചു. നമ്മുടെ കുടുംബം എങ്ങനെയാണ് പ്രേക്ഷിത കുടുംബമാകുന്നത്? ഒറ്റയ്ക്ക് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ, എനിക്ക് കൂട്ടായി സുവിശേഷത്തിന്റെ സാന്നിധ്യമാകാൻ, സുവിശേഷം പങ്കുവെക്കാൻ ജീവിത പങ്കാളിയെ തരികയാണ്. ഈ രണ്ടുപേരായി ദൈവം തന്റെ സുവിശേഷം പങ്കുവെക്കാൻ അപ്പസ്തലന്മാർ അയച്ചതുപോലെ ഓരോ ദമ്പതികളെയും ഈ രണ്ടുപേരായി അവരുടെ ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, ഇടപെടൽ കൊണ്ട് സുവിശേഷം പങ്കുവെക്കാൻ പറഞ്ഞയക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1656 ഇപ്രകാരമുണ്ട്: കുടുംബത്തിന്റെ മടിയിൽ മാതാപിതാക്കൾ വാക്കുകൊണ്ടും മാതൃക കൊണ്ടും തങ്ങളുടെ മക്കൾക്ക് വിശ്വാസത്തിന്റെ ആദ്യ സന്ദേശവാഹകരാകുന്നു. ഓരോരുത്തരെയും സംബന്ധിച്ച ദൈവവിളി പ്രത്യേകം ശ്രദ്ധയോടെ പരിപോഷിപ്പിക്കാൻ അവർ കടപ്പെട്ടിരിക്കുന്നു. ഓരോ കുടുംബവും പ്രേക്ഷിത കുടുംബമാണ്. ഓരോ കുടുംബത്തിനും, ക്രൈസ്തവ കുടുംബത്തിന് മറ്റൊരു ദൗത്യമില്ല. ആ കുടുംബം മിഷണറി കുടുംബമാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലില് അൽമായരുടെ അപ്പസ്തോലിക ദൗത്യം എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: കുടുംബത്തിന്റെ ദൗത്യം ഇതാണ്, ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിലൂടെയും മക്കളുടെ ക്രിസ്തീയ വളർത്തലിലൂടെയും കുടുംബം സഭയുടെ സജീവ കോശമായി മാറണം. അതിഥികളെ സ്വീകരിക്കുന്നതിലും പീഡിതർക്ക് ആശ്വാസം നൽകുന്നതിലും കുടുംബങ്ങൾ മുൻപന്തിയിൽ നിൽക്കണം. അവർ എല്ലായ്പ്പോഴും സുവിശേഷത്തിന്റെ സാന്നിധ്യമായി മാറണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2225
തങ്ങളുടെ കുട്ടികളെ സുവിശേഷവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വവും ആനുകൂല്യവും വിവാഹം എന്ന കൂദാശയുടെ കൃപാവരത്തിലൂടെ മാതാപിതാക്കൾ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിന്റെ പ്രഥമമായ ദൗത്യമാണ് അത് പ്രേക്ഷിത ദൗത്യം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബം പ്രേക്ഷിത കുടുംബമാണെന്ന് മറന്നു പോകരുത്. നമ്മുടെ കുടുംബത്തിന് ഒരു ദൗത്യമേ ഉള്ളൂ എന്ന് മറന്നു പോകരുത്. അത് സുവിശേഷം ജീവിച്ച് പങ്കുവെക്കാനുള്ള ദൗത്യമാണ്. ഈ ഒരു കണക്കും കൂടെ പറഞ്ഞ് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാം. 1677 ആരംഭിച്ച 2 കുടുംബം അമേരിക്കയിൽ 300 വർഷങ്ങൾക്ക് ശേഷം 1990 ആ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ 2 കുടുംബത്തെയും വിശകലനം ചെയ്തിറക്കിയ ഒരു പഠനമാണ്. അതിന്റെ ഒരാകത്തുകയാണ്. ഒരു കുടുംബം എന്ന് പറയുന്നത് വളരെ മോശമായി ജീവിച്ച ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും. അവരുടെ പേര് പറഞ്ഞിട്ടില്ല. അവർ വിവാഹം കഴിച്ചു, അവരുടെ മക്കൾ ഇങ്ങനെ 300 വർഷങ്ങൾക്ക് ശേഷം ആ തലമുറകളെ കണ്ടെത്തി പഠിച്ചപ്പോൾ ആകെ 1904 പേർ, അതിൽ കൂടുതൽ കുറച്ച് പേരും കൂടെ ഉണ്ടാകും, കുറെ പേരെ കണ്ടെത്താതെ പോയിട്ടുണ്ടാകാം, മക്കളുണ്ടെന്ന് കണ്ടെത്തി. അതിൽ അറിയപ്പെടുന്ന കുറ്റവാളികൾ 771 പേരാണ്. വിവിധ കുറ്റത്തിന് അറസ്റ്റിലായവർ 351 കൊലയാളികൾ 49 ലൈംഗിക രോഗികൾ 68 മയക്കുമരുന്നിന് അടിമകൾ 203 എയ്ഡ്സ് രോഗികൾ 3 പേരാണ്. ആ തലമുറയെ മുഴുവൻ പരിശോധിച്ചെടുത്തപ്പോൾ കിട്ടിയ ഏകദേശം നല്ലൊരു കണക്കാണിത്. ഇപ്പൊ നോക്കിയ ഏറ്റവും മോശമായി ജീവിച്ച ദമ്പതികൾ അവരുടെ തലമുറകൾ കടന്നുപോയപ്പോൾ ഈ ലോകത്തിന് നൽകിയത് എന്താണ്? എന്നാൽ അതേ കാലയളവിൽ വിവാഹം കഴിച്ച അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, എഡ്വേർഡും സാറയും. ആ ദമ്പതികളുടെ 300 വർഷങ്ങൾക്ക് ശേഷം ആ തലമുറയെ എടുത്ത് പഠിച്ച് 1341, അതിൽ കൂടുതൽ ഉണ്ടാകാം. അതിൽ 196 പേര് സുവിശേഷ പ്രഘോഷകരായി. പ്രാർത്ഥനയുള്ള, ദൈവവിശ്വാസമുള്ള ജീവിതം കൗതാശികമായി വളർത്തിയെടുത്ത ആ ദമ്പതികൾക്കുണ്ടായ മക്കളിൽ 196 പേർ സുവിശേഷ പ്രഘോഷകരായി. സ്കൂൾ കോളേജ് തലങ്ങളിലെ പ്രൊഫസർമാർ 583 പേരായി. അമേരിക്കയിലെ സെനറ്റർമാരായി 96 പേരെത്തി. 49 പേർ അവിടുത്തെ ജഡ്ജിമാരായി. ഒരാൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം പ്രേക്ഷിത കുടുംബം എന്ന് പറയുമ്പോൾ ഇത്ര ആഴമായ അർത്ഥമുണ്ട്, അടിവേരുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ കുടുംബത്തോട് എത്ര അധികമായി സുവിശേഷം പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ മിനിസ്ട്രിയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ്. നാം ഈ 10 ആഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നിർവഹിക്കുന്നത് അതാണ്. നാം ഓഫ്ലൈനും ഓൺലൈനുമായി ഒരുമിച്ച് വന്ന് ചെയ്യുന്നതെല്ലാം ഈ കുടുംബത്തെ ആ സുവിശേഷത്തിന്റെ മൂല്യത്തിൽ നിർത്താനും സുവിശേഷം ജീവനോടെ പങ്കുവെക്കാനും സഹായിക്കാനുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, ലോകം മുഴുവനുള്ള കുടുംബത്തെയും ക്രിസ്തുവിന്റെ കുടുംബമായി രൂപപ്പെടുത്താനാണ്. നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കുന്നത്, ഈ ലോകത്തിലെ സകല മക്കളും ദൈവത്തിന്റെ മക്കളാണെന്ന തിരിച്ചറിവോടെ അവരെ സുവിശേഷത്തിന്റെ ജീവനാക്കി മാറ്റാനാണ്. അതിലേക്ക് പോകാൻ നമ്മൾ ഇനിയും യാത്ര ചെയ്യണം. നമ്മൾ ഇനിയും ഒരുമിച്ച് വരണം. നമ്മുടെ പ്രാർത്ഥനകൾ, ഒരുമിച്ച് കൂടലുകൾ, പ്രാർത്ഥനകൾ, പങ്കുവെക്കലുകൾ, പഠനങ്ങളെല്ലാം അതിലേക്ക് നമ്മളെ നയിക്കണം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. അതിലേക്ക് നമുക്കെല്ലാം ഒരുമിച്ച് മുന്നേറാം. തുറന്നു വരുന്ന നമ്മുടെ ഈ ശുശ്രൂഷകളെല്ലാം, നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള എല്ലാ കുടുംബങ്ങളെയും പങ്കുചേർക്കണം. കാരണം അവർ കർത്താവിന്റെ കുടുംബമാണ്, സുവിശേഷത്തിന്റെ കുടുംബമാണ്. അവരെ വളർത്തേണ്ട ഉത്തരവാദിത്വം നമ്മെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.